നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, എനിക്കിത് വളരെ വിചിത്രമായി തോന്നുന്നല്ലോ. എന്താ ശതാക്ഷരി? സർവസങ്കടനാശിനിയായ ദേവിയുടെ മുഖത്ത് അകാരണമായ ഒരു സങ്കടത്തിന്റെ നിഴലാട്ടം ഞാൻ കാണുന്നു. അത് എന്റെ വെറും തോന്നലാണോ അതോ? ശരിയാണ് ശതാക്ഷരി, അത് വെറും തോന്നലല്ല. മനുഷ്യകുലത്തിന്റെ ഈ കുത്തഴിഞ്ഞ പോക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നുണ്ട്. മനുഷ്യജന്മത്തിന്റെ കൂടപ്പിറപ്പാണ് ആകുലതകളും ആശങ്കകളുമെന്നറിയാം. എങ്കിലും അമ്മയുടെ മനസ്സിലിപ്പോ എന്താണ് ഇങ്ങനെ ഒരു ആശങ്കയ്ക്കിടയാക്കിയത്? ഞാൻ പറഞ്ഞില്ലേ ശതാക്ഷരി, മനുഷ്യന്റെ അനാവശ്യമായ മത്സരബുദ്ധിയും അമിതമായ സ്വാർത്ഥലാഭ ചിന്തകളും എത്ര കൊടിയ വിപത്തിലേക്കാണ് അവനെ നയിക്കുന്നത്. അതൊന്നും തിരിച്ചറിയാനുള്ള വിവേകവും വിശേഷ ബുദ്ധിയും മനുഷ്യകുലത്തിന് നഷ്ടമായിരിക്കുന്നു. അതിൽ ഞാൻ ആകെ അസ്വസ്ഥയാണ്. സർവജ്ഞാനിയായ അമ്മയ്ക്ക് കലികാല വൈഭവത്തെപ്പറ്റി ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അഹന്തയും അജ്ഞതയും ആഭരണം പോലെ അണിഞ്ഞു നടക്കുകയാണ് മനുഷ്യർ ഈ യുഗത്തിൽ. ഈശ്വര ചൈതന്യങ്ങൾക്ക് പോലും മങ്ങലേൽപ്പിച്ച് തമോ ശക്തികളെ കൂട്ടുപിടിച്ച് അഹങ്കാരത്തിന്റെയും ആൾബലത്തിന്റെയും ശക്തിയിൽ എക്കാലവും അജയ്യനായി വാഴാമെന്ന മൂഢസ്വർഗത്തിലാണവർ. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണാണ് നഷ്ടപ്പെടുന്നതെന്ന് പോലും തിരിച്ചറിയുന്നില്ല അവർ. ശരിയാണ്, ആ സത്യം തിരിച്ചറിയുന്നവന് മറ്റുള്ളവരെ തിരുത്താനുള്ള അവസരവും കിട്ടുന്നില്ല. ഈശ്വര സങ്കല്പങ്ങളെ പോലും സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അപമാനിക്കാനും അവഹേളിക്കാനും മുതിരുന്നവരോട് മനസ്സിൽ നന്മയും ശുദ്ധിയും ഉള്ളവർക്ക് ഒരിക്കലും സന്ധി ചെയ്യാൻ കഴിയില്ല. എങ്കിലും അന്തിമ വിജയം നന്മയുടെ പക്ഷത്ത് തന്നെ ആയിരിക്കുമല്ലോ ദേവി. അതെ, അതാണ് പരമമായ സത്യം. പക്ഷേ അജ്ഞത ബാധിച്ച മനുഷ്യൻ അത് തിരിച്ചറിയാതെ പോകുന്നു. ഈശ്വര സങ്കല്പങ്ങളെ ഉപാസിക്കാൻ നിയോഗിക്കപ്പെട്ടവർ പോലും സ്വർണവും സ്വത്തും, എന്തിന് ദൈവത്തെ പോലും വിലയ്ക്ക് വാങ്ങാനാണ് ശ്രമിക്കുന്നത്. ശതാക്ഷരിക്കും അത് മനസ്സിലായി കാണില്ലേ? ശരിയാണമ്മേ, പല യാത്രകളിലും ഈ ഉള്ളവൻ അത് ബോധ്യമായ കാര്യവുമാണ്. മൂകാംബിക അമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന പോലെ നിസ്വാർത്ഥമായ പൂജകളും ഉപാസനകളും മറ്റു പല പുണ്യസ്ഥലങ്ങളിലും ഇപ്പോൾ നടക്കുന്നില്ല. കുറുക്കു വഴികളിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് തന്റെ മാന്യതയും അന്തസ്സും നിലനിർത്താൻ കപടകർമ്മങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഇടങ്ങളായി മാറിപ്പോയിരിക്കുന്നു പലതും. സ്വയം ബലവാന്മാരാണെന്ന് അഹങ്കരിക്കുന്നവർക്ക് അവർ എത്ര ദുർബലരാണെന്ന് മനസ്സിലാക്കുന്ന കാലം വിദൂരമല്ല. അവർ ദുർബലർ എന്ന് പരിഹസിച്ചവർ തന്നേക്കാൾ എത്രയോ മടങ്ങ് ആത്മബലവും ആത്മചൈതന്യവും ഉള്ളവരാണെന്ന് ആത്മനിന്ദയോടെ അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും.